കേറിവാടാ മക്കളയിൽ മൂന്നാമത്തെ ചോദ്യം ഇതാ. ഹിറ്റ്ലർ എന്ന സിനിമയുടെ ക്ലൈമാക്സിൽ പൂവാലനായി എത്തുന്ന അതിഥി താരം ആരാണ്? എ വിനീത്, ബി സുധീഷ്, സി വിനീത് കുമാർ. മണിയൻ ഓടി തുടങ്ങി. ഓപ്ഷൻ എ വിനീത്. തീർച്ചയാണല്ലോ. യെസ്, തീർച്ചയായും. അപ്പൊ വിനീതിനെ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. അപ്പൊ അച്ഛന്റെ അമ്മയുടെ ഒന്നും ഹെൽപ്പ് വേണ്ട അല്ലേ? അല്ല, ഈ സിനിമ ഒത്തിരി പ്രാവശ്യം അല്ലെങ്കിൽ പോലും ഏകദേശമൊക്കെ അറിയാം. ആ അല്ല, അമ്മ പാടൂ? അമ്മ അങ്ങനെ ഞാൻ പാടി കേട്ടിട്ടില്ല. ഇങ്ങനെ അമ്മ എന്തിലാണ് എക്സ്പെർട്ട്? അമ്മ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു മതപാഠശാലയുണ്ട്. അപ്പൊ അവിടുത്തെ അധ്യാപികയാണ്. അപ്പൊ ഈ ശ്ലോകങ്ങളൊക്കെ കുറെ ചൊല്ലുന്നത് കേട്ടോ. അയ്യോ, എനിക്ക് ശ്ലോകം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് കേൾക്കണം, ഒന്ന് വിളിക്കാൻ നമുക്ക്. ഒരു ശ്ലോകം ഒന്ന് പാടി തന്നാട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അപ്പോ എങ്ങനെയാണ് അവിടെ ക്ലാസ് ഉണ്ടോ ഇത് പഠിപ്പിക്കാൻ? ഉണ്ട് സാറേ, എനിക്ക് ഒരു 30 കുട്ടികളുണ്ട്. അത് നമ്മുടെ NSSന്റെ വകയായിട്ടുള്ള ആധ്യാത്മിക പഠന കേന്ദ്രമാണ്. അവിടെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പം കുട്ടികളെ കൊച്ചു കുഞ്ഞുങ്ങൾ, അതായത് പല പല ക്ലാസ്സുകാരുണ്ട് അവിടെ. അപ്പോൾ ആ കുട്ടികളെ ഓരോരുത്തരുടെ പ്രായം അനുസരിച്ച് നമ്മൾ ആ ക്ലാസ്സിലേക്ക് അട്രാക്ഷൻ ചെയ്യിക്കുകയാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ജോലി. പിന്നെ പുരാണങ്ങൾ, മതപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് പഠിപ്പിക്കുക. പിന്നെ ഗുരുക്കന്മാരെ ബഹുമാനിക്കാൻ പഠിക്കുക. പിന്നെ കുടുംബത്തിലെ മാതാപിതാക്കളെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുക. അതൊക്കെയാണ് കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ. തീർച്ചയായിട്ടും ഒരു നല്ല കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു യുഗത്തിൽ നമ്മുടെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ മാതാപിതാ ഗുരു ദൈവം. തീർച്ചയായിട്ടും. അപ്പൊ അത് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്. ഇപ്പം അധികം ആൾക്കാർക്കും ഇല്ലാത്തൊരു കാര്യം അതാണ്. കാരണം ഈ അമ്മ അച്ഛന് എന്താണ്, അവരെങ്ങനെയാണ് നിങ്ങളെ വളർത്തി ഇതുവരെ കൊണ്ടെത്തിച്ചത്. അതായത് ഇപ്പം മോന് 18 വയസ്സായി അഭിഷേകിന്. ഈ 18 വയസ്സ് വരെ അവരെടുത്തിരിക്കുന്ന പെയിൻ എങ്ങനെയാണ്, പിന്നെ പനി വരാതെയും അത് ചെയ്യാതെ ഇത് ചെയ്യാതെയും ആഹാരമൊക്കെ തന്ന് ഇതുവരെ കൊണ്ടുവന്നിരിക്കുന്നവരെ ദൈവത്തിന് തുല്യം ബഹുമാനിക്കണം. അപ്പോൾ അങ്ങനെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഇതൊരു പാഠമാണ് ഇപ്പം ഈ അമ്മ പറഞ്ഞു തന്നിരിക്കുന്ന ഒരു കാര്യം. എങ്ങനെയുണ്ട് മോൻ? വീട്ടിലൊക്കെ പറഞ്ഞാൽ കേൾക്കൂ? സാറേ, നല്ല കുട്ടിയാണ്. അതായത് ഇതിൻ്റെ അധ്യാപകർക്കാണ് കൂടുതൽ ഇദ്ദേഹത്തിനോട് കാര്യം. കാരണം +2 വരെ പഠിപ്പിച്ച ആ അധ്യാപകർക്ക് കുട്ടിയെ വളരെ കാര്യമാണ്. എപ്പോഴും അവർ കുഞ്ഞിനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നല്ല കുറേ ഫ്രണ്ട്സ് ഉണ്ട് കൂടെ പഠിച്ചവർ. പിന്നെ നാഷണൽ സർവീസിൻ്റെ ഒരു ലീഡറൂടായിരുന്നു അഭിഷേക്. അപ്പോൾ ആ ലെവലിലും അദ്ദേഹത്തിന് പല പല അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ സേവനം ചെയ്യാനൊക്കെ അദ്ദേഹം എന്നോടൊപ്പം ഇറങ്ങും. അതുപോലെ അച്ഛനോടാണെങ്കിലും സേവനം ചെയ്യാനായിട്ട് ക്യാഷൊക്കെ മേടിച്ച് പോയി ബുക്കൊക്കെ മേടിച്ചു കൊടുക്കാനോ, ഇപ്പോൾ ഈ മാസ്കിൻ്റെ കാലമായിരുന്നുകൊണ്ട് മാസ്ക് കൊടുക്കാനും ഒക്കെ അദ്ദേഹം മുന്നോട്ട് തന്നെയായിരുന്നു. അപ്പം നല്ല രീതിയിൽ പോകുന്ന ഒരു കുട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ചേച്ചിയെയും സഹായിക്കുന്ന ഒരു കുട്ടിയാണ്. നോട്ട് എഴുതി കൊടുക്കുക. 2 പേരാണ്. ചേച്ചി എന്ത് ചെയ്യുന്നു? ചേച്ചി ഇപ്പോൾ BA സോഷ്യോളജി 2nd ഇയർ പഠിക്കുന്നു. എന്തുകൊണ്ട് മാതൃകാപരമായ ഒരു കുടുംബമാണെന്ന് പറയാം. വെരി ഗുഡ്. ഭഗവാന്റെ കാരുണ്യത്താൽ അങ്ങനെ തന്നെയാണ് സാറേ. തീർച്ചയായിട്ടും നന്നായിരിക്കട്ടെ. ഓക്കെ, താങ്ക് യു. അപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിന് വിനീതിനെ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. വിനീത് പറയുന്നു ഉത്തരം ശരിയാണ്. വീണ്ടും 1000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻ. ഇനി ഒരു കുസൃതി ചോദ്യമാണ്. ഓക്കെ. ഡോക്ടർ ആർക്കും കുറിച്ചു കൊടുക്കാത്ത ഒരു മരുന്ന് എന്താണ് പേര്? ഞാൻ ക്ലൂ പറഞ്ഞു. അമ്മയുടെ അടുത്ത് ചോദിച്ചോ, അല്ല അച്ഛൻ്റെ അടുത്ത് ചോദിച്ചോ? അറിയാമോ? ഇല്ല മോനെ, മനസ്സിലാകുന്നില്ല. അച്ഛൻ ദുബായിലൊക്കെ ഉണ്ടായിരുന്നല്ലേ, അപ്പൊ കൂട്ടുകാർക്കൊക്കെ അറിയായിരിക്കുമല്ലോ. ഞാൻ ക്ലൂ പറഞ്ഞു. വെടി പറഞ്ഞോണ്ട് പോയോ? പോയി. അച്ഛൻ പകുതി വരെ ശരിയായി. ഇനി ഞാൻ ചോദിച്ചാൽ മരുന്നും കൂടെ ചേർത്താൽ മതിയായിരുന്നു. വെടിമരുന്ന്.
വെടിമരുന്ന്. ഓക്കേ. ഡോക്ടർ ആർക്കും കുടിച്ചു കൊടുക്കാത്തൊരു മരുന്ന് വെടിമരുന്ന് കുറിച്ച് കൊടുക്കോ? ഇല്ലല്ലോ. ഇല്ല. ഇല്ല.